അവനവൻ ആരാണെന്ന് എപ്പോഴും ഓർമ്മ വേണം. മനസ്സിലായോടാ നായ്ക്കളെ? തെയ്യക്കാരനാണെങ്കിലും വയറിന്റെ വിശപ്പ് തന്നെയല്ലേ. ഉരുളിമലയിലെ പാവങ്ങൾക്ക് വേണ്ടി പടപൊരുതിയ ദൈവതുല്യനായ ഒരു ധീരൻ ദൈവക്കരുവായി മാറിയത് മലയിലെ പുതിയ കഥയാണ്. മലയിലെ മനുഷ്യരുടെ തുണയാണ് മുത്തപ്പൻ. ഏത് മുത്തപ്പൻ? ചുട്ട മീനും കള്ളും നിവേദിക്കുന്ന ദൈവം. കാട്ടാളം തിരുമേനി, നായാടി തിരുമേനി ഇന്ന് തന്നെ അടിച്ചു പുറത്താക്കി പിണ്ടം വയ്ക്കണം. ചന്ദന അനങ്ങുന്നില്ലല്ലോ, കല്ല് പോലെ ഇരിക്കുന്നു. അയാൾക്കൊരാഗ്രഹം കല്ലായി തീരണമെന്ന്. ഞാനെന്നും എല്ലാവരുടെയും കൂടെ ഉണ്ടാവും. ഹലോ 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 നമസ്കാരം. നമ്മുടെ ശ്രീമുത്തപ്പൻ തിരുമയുടെ 21ാം ദിവസത്തിലേക്കുള്ള ആഘോഷവേളയിലേക്ക് ഇതിൽ അഭിനയിച്ച ഇതിൽ പങ്കെടുത്ത ഇതിൻ്റെ കൂടെ നിന്ന ഈ തിയേറ്റർ ജീവനക്കാർ, നാട്ടുകാരെ, സുഹൃത്തുക്കൾ എല്ലാവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യാണ്. നമ്മൾ ചെറിയ പടം വലിയ പടമാക്കി മാറ്റിയത് ഈ സിനിമ കണ്ട് വിജയിപ്പിച്ച ഓരോരുത്തരുമാണ്. വളരെ വലിയെങ്കിലും അവരുടെ അസാന്നിധ്യത്തിൽ അവർക്കും ഞാൻ സ്വാഗതം പറയാണ്. ഈ സിനിമയിൽ പങ്കെടുത്ത സ്ക്രീനിന്റെ മുന്നിലും പിന്നിലും പങ്കെടുത്ത ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അവർക്കൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പങ്കുവെക്കാനുണ്ടാവും ഉറപ്പായിട്ടും. അതുകൊണ്ട് ഞാൻ ഒരുപാട് സംസാരിക്കേണ്ട ഉചിതമായൊരു കാര്യമല്ല. അതുകൊണ്ട് ഇതിൽ പങ്കെടുത്ത ഒരു 2-3 മിനിറ്റോ സംസാരിച്ചിട്ട് ഈ ഫംഗ്ഷൻ ധന്യമാക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ പ്രൊഡ്യൂസർ നമ്മുടെ കൂടെ നിന്ന് ഈ സിനിമ നടക്കണമെങ്കിൽ ഒരു പ്രൊഡ്യൂസറുടെ ഒരു നല്ല മനസ്സും അവരുടെ ഒരു പിന്നിൽ ഉണ്ടാവേണ്ട ഒരു ഊർജ്ജവും ഒരു സാമ്പത്തികമായിട്ടുള്ളൊരു ഊർജ്ജമൊക്കെ ആവശ്യമാണ്. അതിന് നമ്മളുടെ കൂടെ ഉള്ളത് വെച്ചിട്ട് നമ്മുടെ പലതുള്ളിൽ പെരുവെള്ളം പോലെ ഉള്ളത് വെച്ചിട്ട് നമ്മുടെ കൂടെ നമ്മളെക്കാൾ മുന്നിൽ നടന്ന നമ്മുടെ പ്രിയപ്പെട്ട അന്വേഷണം നമ്മുടെ കൂടെയുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ സ്ക്രിപ്റ്റ് വേളയിൽ നമ്മളെ കൂടെ നിന്ന് ബാലകൃഷ്ണാട്ടനും പിന്നെ മൊയ്യൻ രാജനും ബിജു കൂടെ വരാൻ പറ്റിയിട്ടില്ല. അങ്ങനെ തുടങ്ങിയ ഒരു ചെറിയൊരു വർക്ക് നമ്മുടെ കൂടെ നിൽക്കുന്ന എല്ലാവരും പേരും പറയുന്നില്ല. നമ്മുടെ കൂടെ നിൽക്കുന്ന കുറേ ആൾക്കാരുടെ ഒരു ബലം ഈ സിനിമക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. എല്ലാവരും നമ്മളെ കൂടെ നിൽക്കാൻ വളരെ നല്ല മനസ്സോടുകൂടി എത്തിയിട്ടുണ്ട്. അവരെ ഒന്നുകൂടി എൻ്റെ ഈ സിനിമക്ക് വേണ്ടിയിട്ടും എൻ്റെ വ്യക്തിപരമായ പിന്നെ ഭാഷയിലും ഒന്നുകൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയുടെ മറ്റു കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാനും അനുഭവം പങ്കുവയ്ക്കാനും ആദ്യമായിട്ട് ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട പ്രൊഡ്യൂസർക്ക് മൈക്ക് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മളെല്ലാവരും ഒരു 1-2 മിനിറ്റൊക്കെ സംസാരിച്ച് ഈ ആഘോഷവേളയിൽ മധുരം പങ്കുവച്ചിട്ട് നമ്മൾ എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് സിനിമ കാണാൻ പറ്റാവുന്ന ആൾക്കാരൊക്കെ ഒന്നിച്ചിരുന്ന് സിനിമ കാണാൻ പറ്റുന്ന ഒരു രീതിയിലാണ് നമ്മൾ ഈ പരിപാടി പ്ലാൻ ചെയ്തത്. എന്തായാലും ഈ വന്നവരാ വളരെ സന്തോഷം തോന്നുന്നു. നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങളൊക്കെ ഒരു ഹൃദയത്തിൻ്റെ ഒരു തുടിപ്പും നിങ്ങളൊരു ഊർജ്ജവും നിങ്ങളൊരു ചൂടൊക്കെ ഏൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഒന്നുകൂടി പങ്കുവെച്ചുകൊണ്ട് ഞാൻ അനീഷ് ഭായിയെ ക്ഷണിക്കുകയാണ്. നമസ്കാരം സുഹൃത്തുക്കളെ. ഈ പടത്തിൽ അഭിനയിച്ചവരും എല്ലാവരും തന്നെയാണ് മാക്സിമം ഇതിലുള്ളത്. അപ്പോൾ എല്ലാവർക്കും അറിയാം നമ്മുടെ പടം 21ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ എല്ലാം കൂടുതൽ നേരത്തെ പ്രസ് മീറ്റ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ തിയേറ്ററിൽ റിലീസ് ചെയ്ത പടമായത് ഈ ഒരു രണ്ടാഴ്ചയിൽ ഒരുപാട് 11 പടങ്ങൾ ഇറങ്ങി.
11 പടം നമ്മുടെ പടം റിലീസ് ചെയ്യുന്നത് 11 പടങ്ങളാണ് റിലീസ് ചെയ്തത്. പക്ഷെങ്കിൽ ആ മറ്റു പടത്തിന്റെ ആൾക്കാരൊക്കെ എന്നെ എനിക്ക് പരിചയമുള്ളവരാണ്. അവരൊക്കെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്കാണ് ഏറ്റവും കൂടുതൽ തിയേറ്റർ കിട്ടിയത്. 63 തിയേറ്ററിൽ നമ്മൾ റിലീസ് ചെയ്തിട്ടുള്ള പടം, 63 തിയേറ്റർ. ഓക്കെ, പടം എത്ര നിങ്ങൾക്കറിയാം സിനിമ ഇൻഡസ്ട്രി എന്താണെന്നുള്ളത്. ഓക്കെ, പടം ഒരു ദിവസം 5 ആൾക്കാർ കയറിയില്ലെങ്കിൽ അന്നത്തെ ദിവസം വൈകുന്നേരം പടം എടുത്ത് കളയുന്ന ഒരു സിനാരിയോ ഈ നമ്മുടെ ഈ സിനിമ ഇൻഡസ്ട്രിയിലുണ്ട്. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എസ്പെഷ്യലി നമ്മളെ പോലെയുള്ള ചെറിയ പ്രൊഡ്യൂസർമാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പക്ഷേ നമ്മൾ എന്നിട്ടും നമ്മളെ പടം നമ്മളിപ്പം എന്നിട്ട് നമ്മൾ കുറഞ്ഞ് തിയേറ്റർ കുറഞ്ഞു എല്ലാവർക്കും അവരവരുടെ ബിസിനസ്സാണ് ഏറ്റവും വലുത്. പക്ഷെ നമ്മുടെ ക്ലാസിക് തിയേറ്റർ ആലക്കോട്, തലശ്ശേരി, പയ്യന്നൂർ ഇവിടെയൊക്കെ നല്ല വിജയകരമായിട്ട് തന്നെ ഈ പടം പോയിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ തളിപ്പറമ്പിൽ നമ്മൾ 21 ദിവസത്തിലേക്ക് കടന്നു. ആലക്കോട് നമ്മൾ 21 ദിവസത്തിലേക്ക് കടന്നു. ഇപ്പം ഒരു സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പടം എടുത്തു കളഞ്ഞ പല തിയേറ്ററുകളും നമ്മളെ തിരിച്ചു വിളിക്കാൻ തുടങ്ങി. കാരണം ഇപ്പൊ ഈ വെള്ളിയാഴ്ച മുതൽ വടകര നമ്മുടെ പടം 2ാമത് തിയേറ്റർ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. തലശ്ശേരി മിക്കവാറും 2ാമതും ഡൗൺ ടൗൺ മാളില് വെള്ളിയാഴ്ച മുതലുണ്ടാവും. പിന്നെ കണ്ണൂര് ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് കിട്ടാൻ വേണ്ടി. തിയേറ്റർ കിട്ടാത്തതുള്ള വിഷമമാണ് കണ്ണൂര്. പിന്നെ കോഴിക്കോട് നിന്ന് വിളിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർ പറയാണ് 21 ദിവസത്തെ പോസ്റ്റർ എനിക്ക് തരണം 250 അവർക്ക് എറണാകുളത്ത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. കാരണം അവരൊക്കെ ചെയ്യുന്ന ഒരുപാട് പടങ്ങൾ ചെയ്യുന്നുണ്ടാവാം. പക്ഷെ നമ്മുടെ ഈ ചെറിയൊരു പടം ഇത്ര വിജയകരമായിട്ട് 21 ദിവസത്തിൽ കടന്നതിന് ഈ പടം കണ്ട ആൾക്കാരും പിന്നെ എൻ്റെ കൂടെ പടത്തില് നമ്മൾ വർക്ക് ചെയ്ത എല്ലാവരും എന്നോട് കൂടി സഹകരിച്ച എല്ലാവർക്കും ഒന്നുകൂടി ഞാൻ നന്ദി പറയാണ്. നമ്മൾ മുത്തപ്പൻ സിനിമ എൻ്റെ വിജയം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം. ഫൈനാൻഷ്യലി അല്ല ഞാൻ പറയുന്നത്. ഓക്കെ, മുത്തപ്പൻ പടം ഇതുവരെ ആർക്കും ചെയ്യാൻ പറ്റിയിട്ടില്ല. അതെനിക്ക് ചെയ്യാൻ പറ്റി. അതാണ് ഇവിടുത്തെ ഏറ്റവും ഭയങ്കര. ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ചു പറഞ്ഞു വേണ്ടേ, ചെയ്യണ്ടേ, നിങ്ങൾ ഫ്ലോപ്പാവേ, നിങ്ങൾ ഇതിന് മുതിരണ്ടേ, മുത്തപ്പനാണ്. ഒരുപാട് ആൾക്കാർ ചെയ്തിട്ട് പ്രശ്നമായതാണ്. ഞാൻ മുത്തപ്പൻ്റെ ആളാണ്. അതാ മുത്തപ്പൻ അറിയാം, എനിക്കും അറിയാം. അതുകൊണ്ട് മുത്തപ്പൻ നമ്മളത് എത്ര നമ്മൾ ഒരുപാട് റിസ്ക് എടുത്തിട്ടുണ്ടെങ്കിൽ 1.5 വർഷമായി തുടങ്ങിയിട്ടില്ലേ. എല്ലാവരും ഇപ്പം വന്നിട്ടുണ്ട് 1.5 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും. ഈ 1.5 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ എൻഡ് ഓഫ് ദി ഡേ we will reach there and we already reached there. That's okay. Thank you. നമ്മൾ ഈ പത്രപ്രവർത്തക സുഹൃത്തുക്കൾക്ക് പല തിരക്കുകളുണ്ട്. ഇവിടുന്ന് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കൃഷ്ണനും കൂടി സംസാരിച്ചിട്ട് നമുക്ക് കേക്ക് മുറിച്ചതിന് ശേഷം ബാക്കിയുള്ളവരോട് സംസാരിക്കുന്നത് നല്ലതെന്ന് തോന്നുന്നത്. എല്ലാവർക്കും നമസ്കാരം. വളരെ വിശദമായിട്ട് അനീഷ് പിള്ള പറഞ്ഞു, ചന്ദ്രൻ നരിക്കോട് സംവിധായകൻ. ആ ഭാഗത്തേക്ക് ഞാൻ കൂടുതൽ കടക്കുന്നില്ല. ഈ ശ്രീമുത്തപ്പൻ സിനിമയുടെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞതിൻ്റെ മഹാഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. അതായത് ഇപ്പോഴും അനീഷ് പറഞ്ഞതുപോലെ ആൾക്കാർ തിരിച്ച്, അതായത് പുറംതിരിഞ്ഞ് നിൽക്കുന്ന ആൾക്കാർ വീണ്ടും തിരിഞ്ഞു നിന്നിട്ട് ടാക്സിലേക്ക് വരുന്ന ഒരു സന്ദർഭം നമുക്കിപ്പോൾ സന്നിഹിതമായിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു വലിയ വിജയമായിട്ട് വരാൻ പോകുന്ന ദിവസങ്ങളിൽ സംഭവിക്കുന്നുണ്ടെന്ന് യാതൊരു സംശയവുമില്ല. ഇതിൻ്റെ ഭാഗമായി ഒന്നുകൂടി ഞാൻ എൻ്റെ സന്തോഷം പങ്കുവയ്ക്കുന്നു. സംവിധായകനോടും നിർമ്മാതാവിനോടും ഇതിൽ പങ്കെടുക്കുവാനും ഒരു നല്ലൊരു വേഷം എനിക്ക് നൽകുവാനും അവർ തയ്യാറായി. അതിലും ഞാൻ അവരോട് വ്യക്തിപരമായിട്ട് എൻ്റെ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു. നമുക്കിതിൻ്റെ തുടക്കത്തിൽ നമ്മൾ കൂടെ ഇതിൻ്റെ ഒരു സിനിമയുടെ തുടക്കം മുതലേ നമ്മുടെ ഇവിടെ ഉണ്ടായ 2 പേര്, നമ്മുടെ മുയ്യൻ രാജാട്ടനും ബാലകൃഷ്ണനും മുയ്യൻ രാജാട്ടനും കൂടി ഓരോ മിനിറ്റ് സംസാരിച്ചതിന് ശേഷം നമുക്ക് കേക്ക് മുറിക്കുന്നതും. ബഹുമാനപ്പെട്ട ഡയറക്ടർ, നമ്മളെ പ്രിയ സുഹൃത്ത് ചന്ദ്രൻ നരിക്കോട്, അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാമായ പ്രൊഡ്യൂസർ അനീഷ്, ഇവിടെ എത്തിച്ചേർന്ന ആദരണീയരായ കലാകാരന്മാരെ, കലാകാരികളെ, സുഹൃത്തുക്കളെ, വളരെയധികം
സന്തോഷവും അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഈ ചടങ്ങിന് ഇവിടെ എത്തിയിട്ടുള്ളത്. നമ്മുടെ എല്ലാവരുടെയും സഹകരണവും കൂട്ടായ്മയുടെയും ഭാഗമായി ഈ ശ്രീമുത്തപ്പൻ ഫിലിം വളരെയധികം ഇത്രയധികം വിജയത്തിലേക്ക് എത്തിയതിൽ നമുക്ക് ഏവർക്കും അഭിമാനിക്കാവുന്നതാണ്. നേരത്തെ അനീഷ് പറഞ്ഞതുപോലെ ശ്രീമുത്തപ്പൻ്റെ പടം ചെയ്യുമ്പോൾ അദ്ദേഹം ഇവിടെ പറഞ്ഞു, ശരിയാണ്. ഈ ശ്രീമുത്തപ്പൻ്റെ ഈ സിനിമ ആദ്യമായിട്ട് 1978 പുരുഷൻ കടലുണ്ടി ഇവിടെ നേതൃത്വത്തിൽ ഒരു സംരംഭം തുടങ്ങിയിരുന്നു. അന്ന് പറശ്ശിക്കടവിൽ വെച്ചിട്ട് അവിടെ പിന്നെ ഇത് ഷൂട്ടിങ് തുടങ്ങുകയും കുറച്ച് നാളുകൾ ഫോളോ അപ്പ് ചെയ്തു. പിന്നീട് ആ പടം തിയേറ്ററിലേക്ക് എത്തിയില്ല. അതുപോലെ തന്നെ നിരവധി സീനുകളിൽ മെഗാ സീനുകളിൽ മുത്തപ്പനെ കുറിച്ചിട്ട് ഇറക്കിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും വേണ്ടത്ര ജനങ്ങളിൽ സ്വീകരിച്ചിട്ടില്ല. പക്ഷെ അതിനെക്കാട്ടും ഉപരിയായിട്ട് ശ്രീമുത്തപ്പൻ്റെ ഒരു വിൽക്കലാമേള നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്റ്റേജ് അരങ്ങേറിയിട്ടുണ്ട്. അതിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ച ഞാനാണ്. ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ എനിക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. നിരവധി അതിൻ്റെ തുടക്കം മുതൽ നിരവധി ആയിരക്കണക്കിന് സ്റ്റേജിൽ വിൽക്കലാമേള വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുത്തപ്പൻ്റെ ഇത് വിജയിക്കൂല എന്നുള്ള ആ വിശ്വാസം തെറ്റാൻ അനീഷിൻ്റെ കൂടെ നമ്മളെല്ലാവരും ഇത് തുടക്കം തന്നെ പ്രശ്നക്കടവിൽ വെച്ചിട്ടാണ്. എന്നെക്കുറിച്ച് ഒരു ഷോർട്ട് ഫിലിം ചെയ്യാനാണ് നമ്മൾ ആദ്യമായി ഇത് പ്ലാൻ ചെയ്തത്. ഞാൻ എൻ്റെ ആഗ്രഹം ചന്ദ്രനോടും അനീഷോടും പറഞ്ഞപ്പോൾ അവർ വളരെയധികം സന്തോഷത്തോടെ അത് സ്വീകരിക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അന്ന് തന്നെ നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്തു. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ ചരിത്രവും കഥയും ഒക്കെ പറയുമ്പോൾ അതൊരു സിനിമേൻ്റെ ആ സ്റ്റേജിലേക്ക് എത്തുകയുണ്ടായി. അങ്ങനെയാണ് ഈ സിനിമയുടെ തുടക്കം കുറിച്ചിട്ടുള്ളത്. എങ്കിലും ഇതുവരെ ഈ നമ്മുടെ ഈ സംരംഭം മുത്തപ്പൻ്റെ നമ്മളെന്ത് എഫേർട്ട്, നമ്മുടെ മാനുഷികമായിട്ടുള്ള എന്ത് എഫേർട്ട് ഉണ്ടായാലും ദൈവികമായിട്ടുള്ള അനുഗ്രഹം ഉണ്ടായാൽ മാത്രമേ അത് വിജയിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ സംരംഭത്തിൻ്റെ മുത്തപ്പൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇനിയും ഈ പടം ജനങ്ങളിലേക്ക് ഇനി തുടർന്ന് കളിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്തത് നമ്മുടെ 2 പാട്ടുകൾ, മനോഹരമായ 2 പാട്ടുകൾ എഴുതി നമ്മുടെ കൂടെ എല്ലാവർക്കും അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്ക്രിപ്റ്റിൻ്റെ വർക്കിലൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായ വീണായിട്ടും കൂടി നമ്മളോട് സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. എത്ര ആനന്ദമുണ്ടെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഏതായാലും മുത്തപ്പൻ നമ്മളുടെ ഈ ടീമിനാണ് ചെയ്യാൻ, ശ്രീ മുത്തപ്പൻ നമ്മളെയാണ് കടാക്ഷിച്ചത്. അങ്ങനെ ഈ ഒരു ചിത്രം എൻ്റെ പ്രിയപ്പെട്ട പ്രൊഡ്യൂസറും സംവിധായകനും ചേർന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചു. അത് കണ്ട് വിജയിപ്പിക്കേണ്ട കടമയാണ് ഇവിടെയുള്ളവർക്കുള്ളത്. ഏതായാലും 21-ാം ദിവസത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ വളരെ അനന്തമായ സന്തോഷം കിട്ടുകൊണ്ട് നിങ്ങളെ ഏവരെ ഈ പടം കാണാൻ ഞാൻ ഒരിക്കൽ കൂടി ക്ഷണിക്കുന്നു. കാണുക, അനുഗ്രഹിക്കുക. സമയം അതിഗ്രഹിക്കുകയാണ്. നമുക്ക് 5:30 മുമ്പ് നിർത്തേണ്ടതുണ്ട്. അതുകൊണ്ട് നിർത്തുന്നു. നമുക്ക് അടുത്തതായി കേക്ക് മുറി, ആഘോഷത്തിന് ഭാഗമായിട്ട് കേക്ക് മുറിക്ക് വേണ്ടിയിട്ട് നമ്മളെ പ്രൊഡ്യൂസറും ബാലകൃഷ്ണനും നമ്മുടെ ശ്രീകുട്ടിയും പിന്നെ അലിയും രാജാട്ടനും കൃഷ്ണാട്ടനും ഒക്കെ ചേർന്നിട്ട്, പക്ഷേ എല്ലാവരും നമ്മുടെ ഇത് എല്ലാവരും കൂടി നമുക്ക് നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പറ്റാവുന്ന എല്ലാവരും കൂടി വന്നിട്ട് കൂടെ നിന്നിട്ട് മുറിക്കണമെന്നാണ് വിചാരിക്കുന്നതാണ് ആഗ്രഹിക്കുന്നത്. വാ മുത്തങ്ങേ, വാ പ്രമോദ, മധുവോട്ട, എല്ലാവരും വാ. ഉണ്ണി എല്ലാവരും വാ.
സിനിമയില് മുത്തപ്പന്റെ കഥ പറയുന്ന സിനിമയില് പ്രധാനമായിട്ടുള്ള ഒരു ഭാഗം ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിന് കാരണക്കാരായ ഇതിന്റെ പ്രൊഡ്യൂസറോട് പ്രത്യേകം നന്ദി. അദ്ദേഹം ഇങ്ങനെ ഒരു സിനിമ എടുത്തതിൽ അഭിപ്രായം പറഞ്ഞു. അങ്ങനെ ഒരു അഭിപ്രായം എനിക്ക് ലഭിച്ചത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും, എൻ്റെ ഗുരുക്കന്മാരുടെ അനുഗ്രഹം, എൻ്റെ പേരൻസിൻ്റെ അനുഗ്രഹം, എൻ്റെ കുടുംബത്തിൻ്റെ സപ്പോർട്ട്, കൂടാതെ ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹം എന്നും കൂടെയുള്ളൊരു ചെറിയൊരു കലാകാരിയാണ് ഞാൻ. കാരണം ഈ മുത്തപ്പൻ എന്ന ഒരു സിനിമ ആവിഷ്കരിച്ച് കൊണ്ടുവന്നവരോട് ഞാൻ ആദ്യം തന്നെ അറിയിക്കട്ടെ. അതുപോലെ തന്നെ എൻ്റെ മുത്തപ്പ ഭഗവാൻ എപ്പോഴും വിളിക്കുന്ന എൻ്റെ മുത്തപ്പ, എന്ത് പ്രയാസം വന്നാലും എൻ്റെ മുത്തപ്പ എന്ന് വിളിക്കുന്ന മുത്തപ്പൻ്റെ അനുഗ്രഹം കൂടി കൊണ്ടാണ് ഈ ഒരു സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചത് എന്ന് ഞാൻ വിചാരിച്ചു. ഞാനിവിടെ ചൂണ്ടിട്ടിരിക്കുകയായിരുന്നു. അങ്ങോട്ട് പോണ്ട, എന്തോ ഒരു അപകടമുണ്ട്. കുന്നുമ്മക്ക് ആൾക്കാർക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? എനിക്ക് തെളിച്ചാ തോന്നുന്നത്. അപകടമില്ല, നല്ല സൂചനയാ. അയൽനാട്ടിലാരും യുദ്ധത്തിന് വരുന്നായിരിക്കുവാ. യുദ്ധമല്ല, സമാധാനവും സന്തോഷമാണെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. ചൂണ്ടയിൽ മീനൊന്നും കൊത്താത്തോണ്ട് ഞാൻ മുത്തപ്പാന്നൊന്ന് വിളിച്ചു. അപ്പാട് ചൂണ്ടയിൽ മീൻ കുടുങ്ങുകയും ചെയ്തു. മരം ഉണ്ടങ്ങനെ കത്തുന്നു. അപ്പൊ മരം കത്തിയത് വെറുതെ അല്ല. വൈദ്യര് പറയുന്നത് മുത്തപ്പന്റെ സാന്നിധ്യം എന്നാണോ? കാർന്നവർക്ക് അങ്ങനെ തോന്നിയില്ലേ? എനിക്കും അങ്ങനെ തന്നെ തോന്നി. വൈദ്യര് മുത്തപ്പനെ കുറിച്ച് പറഞ്ഞപ്പോ മുതലേ ഞാൻ ആഗ്രഹിച്ചതാ. മലയിൽ മാത്രല്ല, നമ്മുടെ നാട്ടിലും മുത്തപ്പനൊരു സ്ഥാനം വേണം. ഉറപ്പായും ഇത് മുത്തപ്പന്റെ സാന്നിധ്യമാണ്. ഇവിടെ ഈ മരച്ചുവട്ടിൽ പുഴയുടെ തീരത്ത് മലയിറങ്ങി വന്ന മുത്തപ്പനൊരു സ്ഥാനം നാം ഒരുക്കണം. നീ ഇത് മുൻകൈ എടുക്കണം. കാരണം അതിന് വഴികാട്ടിയായും തുണയായിട്ടും ഉണ്ടാവണം. ഉണ്ടാവും. കുന്നത്തൂർപ്പാടിയിലും പുരളിമലയിലും മുത്തപ്പന് കൊടുക്കുന്ന നിവേദ്യങ്ങൾ ഈ തിരുവസ്ത്രം മുമ്പാകെ ഇപ്പൊ തന്നെ ഒരുക്കി നൽകണം. ഞാൻ എന്താ ചെയ്യേണ്ടത്? നമ്മളെല്ലാവരുടെയും നാട്ടിലേക്കാണ് മുത്തപ്പൻ എത്തിയിരിക്കുന്നത്. നമ്മളെല്ലാവരും ചേർന്ന് ഇവിടെ വൃത്തിയാക്കി നിവേദ്യം വെച്ച് വിളക്ക് കത്തിച്ച് മുത്തപ്പനെ സ്വീകരിക്കാൻ ഒരുങ്ങിക്കൊള്ളുക. ഈ മുത്തപ്പൻ എന്ന ഒരു സിനിമ ആവിഷ്കരിച്ച് കൊണ്ടുവന്നവരോട് ഞാൻ ആദ്യം തന്നെ അറിയിക്കട്ടെ. അതുപോലെ തന്നെ എൻ്റെ മുത്തപ്പ ഭഗവാൻ എപ്പോഴും വിളിക്കുന്ന എൻ്റെ മുത്തപ്പ, എന്ത് പ്രയാസം വന്നാലും എൻ്റെ മുത്തപ്പ എന്ന് വിളിക്കുന്ന മുത്തപ്പൻ്റെ അനുഗ്രഹം കൂടി കൊണ്ടാണ് ഈ ഒരു സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചത് എന്ന് ഞാൻ അഭിപ്രായം പറഞ്ഞു.
അങ്ങനെ ഒരു അഭിപ്രായം എനിക്ക് ലഭിച്ചത്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും എൻ്റെ ഗുരുക്കന്മാരുടെ അനുഗ്രഹം, എൻ്റെ പേരൻസിൻ്റെ അനുഗ്രഹം, എൻ്റെ കുടുംബത്തിൻ്റെ സപ്പോർട്ട്, കൂടാതെ ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹം എന്നും കൂടെയുള്ളൊരു ചെറിയൊരു കലാകാരിയാണ് ഞാൻ. കാരണം ഒരു കുട്ടിക്കാലത്ത് കളിച്ചു കിടന്നത് അതുകൊണ്ടെന്താ? അതുകൊണ്ടൊന്നുമില്ല. മാറടാ, നീ കേൾക്കണം. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഒന്നിച്ച് നടക്കുന്നതിന് ഒറ്റ കൊടുക്കുന്നതിന് നല്ലത് തിരുട്ടന്മാർ തിന്നതാ. അതിന് ഞാൻ ഇതിന് സിനിമയില്, മുത്തപ്പന്റെ കഥ പറയുന്ന സിനിമയില് പ്രധാനമായിട്ടുള്ള ഒരു ഭാഗം ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിന് കാരണക്കാരായ ഇതിന്റെ പ്രൊഡ്യൂസറോട് പ്രത്യേകം നന്ദി, അദ്ദേഹം ഇങ്ങനെ ഒരു സിനിമ എടുത്തതിൽ. അടുത്ത